ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिकान्ता राधाकान्ता नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ശ്രീ ഭഗവത്ഗീത നമ്മൾ പഠിച്ചു വരുന്നു. ശ്രീ ഭഗവത്ഗീതയിലെ 11-ാമത്തെ അധ്യായം ആണ് നമ്മൾ പഠിക്കുന്നത്. 11-ാമത്തെ അധ്യായത്തിലെ ശ്ലോകം നമ്പർ 54 നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു. 2 ശ്ലോകം കൂടിയുള്ളൂ ഈ ഒരു അധ്യായത്തിൽ. ശ്രീമദ് ഭഗവത്ഗീതയുടെ ഒരു എസൻസ് പറയുന്നു ഇനിയുള്ള ശ്ലോകങ്ങളിൽ. ഇതേപോലെ അപ്പോൾ നമ്മൾ ചോദിക്കും, ഇതല്ലാതെ വേറെ സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിയാണ്. ഇനി നമ്മൾ 18-ാമത്തെ അധ്യായത്തിലും എസൻസ് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു കൺക്ലൂഷൻ പറയുകയാണ്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ശ്ലോകങ്ങളിൽ 52 മുതൽ നോക്കിക്കഴിഞ്ഞാൽ, ഭഗവാൻ കൃഷ്ണനെ അനന്യഭക്തിയിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു സത്യം ഇവിടെ പറയുന്നു. ഭക്ത്യ തുഷ്യതി കേവലം നചഗുണൈർ ഭക്തി പ്രിയോ മാധവ. ഭക്തിയല്ലാതെ ഭഗവാനെ ഒന്നും ആകർഷിപ്പിക്കുന്നില്ല. മന്യേ ധന അഭിജന രൂപ തപ ശ്രുത ഓജസ്. ഇതെല്ലാം പ്രഹ്ലാദ മഹാരാജ് പറയുന്നതാണ്. ഭഗവാനെ ഇതൊന്നും ധന അഭിജന രൂപ തപ ഇതൊന്നും ആകർഷിപ്പിക്കുന്നില്ല. ഭംഗിയുണ്ടായിട്ടോ, നമ്മൾ ഒരുപാട് തപസ് ചെയ്തിട്ടോ, ഒരുപാട് യജ്ഞങ്ങൾ ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ദാനം കൊടുത്തിട്ടോ ഇതിലൊന്നും ഭഗവാൻ വീഴുന്നില്ല. ഭഗവാൻ നമ്മളിൽ ആകർഷിതനാവുന്നത് ഒരേ ഒരു കാര്യം, ഭക്ത്യ തുഷ്യതി കേവലം. അതായത് ഗജേന്ദ്രനും മറ്റുള്ള ഭക്തരൊക്കെ അല്ലെ, ഗജേന്ദ്രനൊരു മൃഗശരീരമായിരുന്നു, എന്നിട്ടും അദ്ദേഹത്തിന് ഭഗവാനെ കിട്ടുന്നു. കാരണം എന്താണ്? ഭക്തിയുള്ളത് കൊണ്ട്. ഇതാണ് പറയുന്നത്, അനന്യ ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ നമുക്ക് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ നോക്കിക്കാണുകയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം സമൂഹം സർവഭൂതേഷു, നമ്മളെല്ലാവരും പരിപാലിക്കുന്നു. എന്നാൽ നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ കാണണമെങ്കിലോ, അദ്ദേഹത്തിന്റെ രൂപം കാണണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഭഗവാന്റെ ദർശനം,
കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു, വിശ്വരൂപം കാണിച്ചു കൊടുത്തതിന് ശേഷം ഭഗവാൻ പറയുന്നു, ഇതേപോലെ വിശ്വരൂപം വേറെ ആരും കണ്ടിട്ടില്ല ഇതിനു മുമ്പ് അർജുന, നിനക്ക് ഞാൻ ദിവ്യചക്ഷു തരുന്നു, അതുകൊണ്ട് നിനക്ക് കാണാൻ സാധിക്കുന്നു. അതിനുശേഷം ചതുർഭുജ രൂപം കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അർജുനൻ അത് കണ്ട് പറഞ്ഞ് അതിനുശേഷം പറയുന്നു, എനിക്ക് അങ്ങയുടെ ഒറിജിനൽ രൂപം തന്നെ കണ്ടാൽ മതി, അതാണ് എനിക്ക് ഇഷ്ടമുള്ള, എന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന രൂപം അതാണ് എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഒറിജിനൽ രൂപം, അതായത് 2 കൈകളിലുള്ള ശ്യാമസുന്ദര രൂപം കാണിക്കുന്നു. ശ്യാമസുന്ദര രൂപം കാണിച്ചതിന് ശേഷം കൃഷ്ണൻ പറയുന്നു അർജുനോട്, ഈ രൂപം സുദുർലഭമാണ്, സുദുർലഭമാണ്, ഈ രൂപം കാണുമെന്ന് പറയുന്നത്. അത് കാണണമെങ്കിൽ അനന്യഭക്തി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് ഭക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിലോ ഭഗവാന്റെ ദർശനത്തിനോ അതൊക്കെ അതിന് ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് തന്നെ തോന്നണം. അല്ലാതെ നമുക്ക് ഭഗവാനെ നിർബന്ധിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധനബലം കൊണ്ട് മാത്രം നടക്കില്ല. ഭഗവാന്റെ കാരുണ്യത്താൽ, കൃപയാൽ അദ്ദേഹത്തിന് തന്നെ തോന്നി അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹം കാണിച്ചു തരുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് സംഭവിക്കണമെങ്കിൽ അനന്യഭക്തിയാണ് ഇതിനുള്ള മാർഗം, അല്ലാതെ വേറെ മാർഗമല്ല എന്നുള്ളതാണ് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്, അവസാനത്തെ ശ്ലോകങ്ങളിൽ. അപ്പോൾ 54-ാമത്തെ ശ്ലോകം നോക്കാം. ഭക്ത്യാ തു അനന്യ ശക്യ അഹം ഏവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഭക്ത്യാ ത്വാ അനന്യയാ സഖ്യ. വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ്. ഭക്ത്യാ ത്വാ അനന്യയാ സഖ്യ ഭക്ത്യാ തു അനന്യയാ ശക്യ അഹം ഏവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്ത്യാ ത്വ അനന്യയാ ശക്യ അഹമേവം വിദോ അർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്ത്യാ ത്വ അനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദൃഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഭക്ത്യാ ത്വനന്യാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭക്ത്യാ തു അനന്യയാ ശക്യ അഹമേവം വിവിധോ അർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഭക്ത്യാ ത്വ അനന്യയാ ശക്യ അഹമേവം വിദോ അർജുന ജാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിദോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ജയ കൃഷ്ണ. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കാം. ഭാവാർത്ഥം വലുതാണ്, സ്പ്ലിറ്റ് ചെയ്ത് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭു ആദിത്യജെ.
പ്രിയപ്പെട്ട അർജുന, എന്നിൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന മട്ടിൽ നേരിട്ട് കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ. ഈ മാർഗത്തിൽ കൂടി മാത്രമേ എന്റെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഭാവാർത്ഥം: ഏകാഗ്രമായ ഭക്തിസാധന കൊണ്ട് കൃഷ്ണനെ അറിയാൻ കഴിയൂ. ഊഹോപോഹ പ്രക്രിയ കൊണ്ട് ഭഗവത്ഗീത മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആധികാരിത്വമില്ലാത്ത വ്യാഖ്യാതാക്കൾ വൃഥ സമയം പാഴാക്കുകയാണെന്ന് അവരെ അറിയിക്കുകയത്രേ ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ചെയ്യുന്നത്. കൃഷ്ണൻ ആരെന്നോ അവിടുന്ന് ചതുർഭുജനായി പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ദ്വിഭുജ രൂപം കൈക്കൊള്ളുകയും ചെയ്തതെങ്ങനെയെന്നോ ആർക്കും അറിയാൻ സാധിക്കുകയില്ല. വേദാന്ത ചിന്ത കൊണ്ടോ വേദ പഠനം കൊണ്ടോ ഇതറിയാനാവില്ല. അതിനാലാണ് ആർക്കും കൃഷ്ണനെ കാണാനോ ഈ വസ്തുതകൾ ഗ്രഹിക്കാനോ കഴിയില്ലെന്ന് ഇവിടെ തീർത്തു പറയുന്നത്. വൈദിക സാഹിത്യത്തിൽ നിന്ന് ഉത്കൃഷ്ടമായ അറിവ് നേടിയവർക്ക് കൃഷ്ണനെ പറ്റി പല വിധത്തിലും മനസ്സിലാക്കും. അതിന് നിബന്ധനകൾ പലതുമുണ്ട്. കൃഷ്ണനെ കുറിച്ച് അറിയേണ്ടവർ വൈദിക ഗ്രന്ഥങ്ങളിലുള്ള ആധികാരികമായ നിബന്ധനകളെല്ലാം അനുസരിക്കണം. തദനുസൃതമായ തപസ് അനുഷ്ഠിക്കണം. ഉദാഹരണമായി, ശരിക്കും തപസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ കൃഷ്ണൻ അവതരിച്ച നാളിലും ജന്മാഷ്ടമി നാളിലും 2 ഏകാദശി നാളുകളിലും ഉപവസിക്കണം. ദാനം ലോകമെമ്പാടും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്ന ഭക്തജനങ്ങൾക്ക് നൽകേണ്ടതാണ്. മനുഷ്യരാശിക്ക് ഒരു അനുഗ്രഹമത്രേ കൃഷ്ണാവബോധം. അതിപ്രയത്നം കൊണ്ട് മാത്രം നേടാനാവുന്ന കൃഷ്ണഭക്തിയെ ഉദാരമായി വിതരണം ചെയ്തു പോന്ന ചൈതന്യ മഹാപ്രഭുവാണ് ഏറ്റവും അധികം ദാനശീലനായ വ്യക്തിയെന്ന് രൂപഗോസ്വാമി പറയുന്നുണ്ട്. കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നവർക്ക് ഇതിന് ഉതകും വിധം ധനം നൽകുകയാണ് ലോകത്തിൽ ഏറ്റവും മഹത്തായ ദാനം. വിധിപ്രകാരമുള്ള ക്ഷേത്രാരാധനയും ഇന്ത്യയിൽ ധാരാളം കൃഷ്ണ ക്ഷേത്രങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളുമുണ്ട്. ഭഗവത് സേവനത്തിലൂടെ ആത്മീയ പുരോഗതി നേടാനുള്ള ഒരു വഴിയാണ് ഭക്തി സാധനയുടെ ആദ്യഘട്ടത്തിൽ അത്യാവശ്യമായ ഒന്നാണ് ക്ഷേത്ര ദർശനവും ആരാധനവും. ശ്വേതശ്വേതരോപനിഷത്ത് 6:23 ഇങ്ങനെ പറയുന്നു: യസ്യ ദേവേ പരാ ഭക്തിർയഥാ ദേവേ തഥാ ഗുരോ തസ്യേതേ കഥിത ഹ്യർത്താ പ്രകാശന്തേ മഹാത്മനഃ. ഗുരുവിലും കൃഷ്ണനിലും അചഞ്ചലമായ വിശ്വാസമുള്ളവനും അങ്ങനെയുള്ള ഗുരുവിനാൽ നയിക്കപ്പെടുന്നവനുമായ ഒരാൾക്ക് പരമദിവ്യോത്തമ പുരുഷന്റെ ദർശനമുണ്ടാകും. മാനസിക വ്യായാമങ്ങൾ കൊണ്ട് ആർക്കും കൃഷ്ണനെ മനസ്സിലാക്കാൻ കഴിയില്ല. വിശ്വസ്തനായൊരു ആത്മീയ ഗുരുവിന്റെ മേൽനോട്ടത്തിലുള്ള പരിശീലനം ലഭിക്കാതെ കൃഷ്ണനെ മനസ്സിലാക്കുവാൻ ആരംഭിക്കുന്നത് പോലും ദുഷ്കരമാണ്. തു എന്ന പദം കൊണ്ട് ഇതിന് മറ്റൊരു പ്രക്രിയ ഉപയുക്തമല്ലെന്നും ഒരിക്കലും വിജയത്തിലെത്തിക്കുകയില്ലെന്നും ഊന്നിപ്പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. വായിച്ചോളൂ. മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. കൃഷ്ണന്റെ വ്യക്തിരൂപങ്ങൾ ദ്വിഭുജങ്ങളായാലും ചതുർഭുജങ്ങളായാലും അർജുനന് താൽക്കാലികമായി പ്രത്യക്ഷമായ വിശ്വരൂപത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. വിശ്വരൂപം ക്ഷണികമെന്നിരിക്കെ മറ്റു 2 രൂപങ്ങളും ശാശ്വതങ്ങളും അതീന്ദ്രിയങ്ങളുമത്രേ. വിശ്വരൂപം ആരും കണ്ടിട്ടില്ലെന്ന് സുദുർദർശം എന്ന വാക്ക് സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഭക്തന്മാർക്ക് അത് കാണേണ്ട ആവശ്യമില്ലെന്നും ഭാവിയിൽ സ്വയം അവതാര പുരുഷരെന്ന് ഭാവിക്കുന്നവരോട് ജനങ്ങൾക്ക് വിശ്വരൂപം കാട്ടിത്തരണമെന്ന് ആവശ്യപ്പെടാൻ കഴിയണമെന്നും ഉദ്ദേശിച്ചാണ് അർജുനന്റെ അപേക്ഷ പ്രകാരം കൃഷ്ണൻ ആ രൂപം പ്രത്യക്ഷപ്പെടുത്തിയത്. മുൻ ശ്ലോകത്തിൽ ന എന്ന പദം പലവരും ഉപയോഗിച്ചിട്ടുണ്ട്. വൈദിക സാഹിത്യത്തിൽ പണ്ഡിതോചിതമായ പരിജ്ഞാനം പോലുള്ള ബഹുമതികൾ നേടിയതുകൊണ്ട് ആരും ഗർവിഷ്ഠരായിക്കൂടാ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഭക്തിപൂർവം കൃഷ്ണനെ സേവിക്കുകയാണ് ആവശ്യം. എന്നിട്ട് മതി ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യങ്ങൾ എഴുതുവാനുള്ള യത്നം ആരംഭിക്കാൻ. വിശ്വരൂപം മറച്ച് പിന്നീട് കൃഷ്ണൻ ചതുർഭുജനായ നാരായണ രൂപവും ഒടുവിൽ ദ്വിഭുജനായ സ്വരൂപവും കൈക്കൊള്ളുന്നുണ്ട്. വൈദിക സാഹിത്യത്തിൽ പറയപ്പെടുന്ന ചതുർഭുജ രൂപങ്ങളും മറ്റും ആദിമമായ ദ്വിഭുജ കൃഷ്ണരൂപത്തിൽ നിന്ന് ഉത്ഭവിച്ചവയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാ ആവിർഭാവങ്ങളുടെയും ഉറവിടമാണ് കൃഷ്ണൻ. ഈ രൂപങ്ങളിൽ നിന്ന് പോലും വ്യത്യസ്തനത്രേ കൃഷ്ണൻ. നിർഗുണാകാരത്തെക്കുറിച്ച് പറയേണ്ടതുമില്ല. ചതുർഭുജ കൃഷ്ണരൂപങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണന്റെ സമാന ചതുർഭുജ രൂപം, അതായത് അസംഖ്യം പ്രപഞ്ചങ്ങൾ ശ്വാസോച്ഛ്വാസത്തിലൂടെ ഉൾവലിച്ചും വെളിയിൽ വരുത്തിയും കൊണ്ട് മഹാവിഷ്ണു എന്നറിയപ്പെടുന്ന ഗർഭോദകശായി. കൃഷ്ണന്റെ സമാന ചതുർഭുജ രൂപം പോലും പരമപുരുഷന്റെ രൂപ വിസ്തരണമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രഹ്മസംഹിത 5:48 പറയുന്നു: യസ്വൈക നിശ്വസിത കാലമധാവലംബ്യാം ജീവന്തി ലോമ വിലജാ ജഗദണ്ഡനാദാഃ വിഷ്ണുർമഹാൻ സ ഇഹ യസ്യ കലാവിശേഷോ
ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആര് ശ്വാസോച്ഛ്വാസങ്ങളാൽ അസംഖ്യം പ്രപഞ്ചങ്ങളെ ഉൾക്കൊള്ളുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നുവോ അങ്ങനെയുള്ള മഹാവിഷ്ണു ആരുടെ സമഗ്ര വിസ്തരണമാണോ ആദിപുരുഷനായ ആ ഗോവിന്ദനെ കൃഷ്ണനെ ഞാൻ ഭജിക്കുന്നു. അതുകൊണ്ട് കൃഷ്ണന്റെ വ്യക്തിരൂപത്തെ സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാൻ എന്ന നിലയിൽ ആരാധിക്കുകയാണ് വേണ്ടതെന്ന് വ്യക്തം. അദ്ദേഹമാണ് വിഷ്ണുമൂർത്തി ഭേദങ്ങളുടെയും എല്ലാ അവതാരങ്ങളുടെയും ഉറവിടവും ആദിപുരുഷനുമെന്ന് ഭഗവത്ഗീത സ്ഥിരീകരിക്കുന്നു. ഗോപാലതാപ ഉപനിഷത്തിലെ 1.1 ഈ സൂക്തം നോക്കുക. സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷ്ടകാരിണേ നമോ വേദാന്ത വേദ്യായ ഗുരുവേ ബുദ്ധിസാക്ഷിണേ. സച്ചിദാനന്ദമയമായ ദിവ്യരൂപമുള്ളവനായ കൃഷ്ണനെ ഞാൻ പ്രണമിക്കുന്നു. അദ്ദേഹത്തെ അറിയുന്നതാണ് വേദജ്ഞാനം. അദ്ദേഹമാണ് പരമഗുരു. കൃഷ്ണോ വൈ പരമം ദൈവതം. പരമദൈവം കൃഷ്ണനാകുന്നു. ഏകോ വശി സർവഗ കൃഷ്ണ ഈഠ്യ. അങ്ങനെയുള്ള കൃഷ്ണനാണ് ആരാധ്യനായ പരമദിവ്യോത്തമ പുരുഷൻ. ഏകോപ്യസാൻ ബഹുധ യോവഭാതി. കൃഷ്ണൻ ഒരാളേയുള്ളൂവെങ്കിലും നാനാരൂപങ്ങളായും അവതാരങ്ങളായും പലവിധം കാണപ്പെടുന്നു എന്ന് ഗോപാലതാപനിഷത്ത് 1.3, 1.21, ബ്രഹ്മസംഹിത 5.1 ഇപ്രകാരം പറയുന്നു. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദർ ഗോവിന്ദ സർവകാരണ കാരണം. സച്ചിദാനന്ദമൂർത്തിയായ കൃഷ്ണൻ അത്രേ പരമപുരുഷൻ. എല്ലാറ്റിനും ആദിയായ അദ്ദേഹം അനാദിയും ഏതൊരു കാരണത്തിനും കാരണവുമാണ്. യത്രാവതീർണം കൃഷ്ണാഖ്യം പരം ബ്രഹ്മ നരാകൃതി എന്ന് മറ്റൊരിടത്ത് പറയുന്നു. പരമസത്യം ഒരു വ്യക്തിയാണ്. കൃഷ്ണൻ എന്ന പേരുള്ള അദ്ദേഹം ചിലപ്പോൾ ഭൂമിയിൽ അവതരിക്കുന്നു. ഭാഗവതത്തിലും പല രൂപങ്ങളിലുള്ള അവതാരങ്ങളെപ്പറ്റി വിവരിക്കുന്നതിനിടയിൽ കൃഷ്ണനെ പറ്റിയും പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ കൃഷ്ണൻ ഒരു അവതാരമല്ല, ആദിമനായ പരമപുരുഷൻ സ്വയം ഭഗവാൻ തന്നെയെന്നും ഭാഗവതം എടുത്തു പറയുന്നു. ഏതേച്ചാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവത്ഗീതയിൽ ഭഗവാൻ മത്തപരതരം നാന്യ എന്നാണ് പറയുന്നത്. കൃഷ്ണരൂപിയായ എന്നേക്കാൾ ശ്രേഷ്ഠനായി ആരുമില്ല. അഹമാതിർ ഹി ദേവാനാം. എന്നിൽ നിന്നാണ് ദേവന്മാരുടെ ഉത്ഭവം എന്നും അദ്ദേഹം പറയുന്നു. കൃഷ്ണനിൽ നിന്ന് ഭഗവത്ഗീത കേട്ട ശേഷം അർജുനനും ഇങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. പരമപുരുഷനും പരമാ ആശ്രയും പരമസത്യവും അങ്ങ് തന്നെയെന്ന് ഞാനിപ്പോൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഈ നിലയിൽ അർജുനെ കാണിച്ച വിശ്വരൂപമല്ല മൗലികമായ ഐശ്വര്യാകാരം, പിന്നെയോ കൃഷ്ണന്റെ മൗലിക രൂപമാണ്. അനേകായിരം തലകളും കൈകളുമുള്ള ആ മഹത്തായ വിശ്വരൂപം ഭഗവാനിൽ പ്രേമമില്ലാത്തവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി മാത്രം വെളിപ്പെടുത്തിയതാണ്. ഇത് ഭഗവാന്റെ യഥാർത്ഥ രൂപമല്ല. ഭഗവാനായി നാനാവിധത്തിൽ ദിവ്യപ്രേമം കൊണ്ട് ബന്ധപ്പെട്ടവർക്ക് വിശ്വരൂപം ആകർഷകമായി അനുഭവപ്പെടില്ല. തന്റെ മൗലികമായ കൃഷ്ണാകൃതിയോടാണ് ഭഗവാൻ ദിവ്യപ്രേമത്തെ കൈക്കൊള്ളുന്നതും കൊടുക്കുന്നതും. തന്മൂലം കൃഷ്ണനുമായി അത്രയും അധികം അടുത്ത സൗഹൃദ ബന്ധമുണ്ടായിരുന്ന അർജുനന് ഈ വിശ്വവ്യാപ്തമായ രൂപം സന്തുഷ്ടി ഉളവാക്കുകയില്ല എന്ന് മാത്രമല്ല, ഭീകരമായി താനും എന്നെന്നും കൃഷ്ണന്റെ സുഹൃത്തായിരിക്കുന്ന അർജുനന് അതീന്ദ്രിയ ദൃഷ്ടി കൈവന്നിരിക്കണം. ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല അർജുനൻ. അതുകൊണ്ട് അദ്ദേഹം വിശ്വരൂപത്താൽ ആകർഷണമായിരുന്നില്ല. ഫലോദ്ദിഷ്ട കർമ്മങ്ങളാൽ സ്വയം ഉന്നതി നേടുന്നതിൽ താല്പര്യമുള്ളവർക്ക് ആശ്ചര്യകരമാവാം വിശ്വരൂപം. ഭക്തിപരമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടവർക്കാവട്ടെ ദ്വിഭുജമായ കൃഷ്ണന്റെ രൂപം തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഭക്ത്യാ ത്വ അനന്യ ശക്യ അഹം ഏവ വിദോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഇവിടെ പറയുന്നു അനന്യഭക്തി. അനന്യായ എന്ന് ഉദ്ദേശിക്കുന്നത് അനന്യ ഭക്തി. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമയം. അവിടെയും അനന്യ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. അതേപോലെ വേറെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അനന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും, അതായത് വൺ പോയിന്റഡ്, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ ഒരേ ഒരു ഉദ്ദേശം, ഒരേ ഒരു പോയിന്റിലേക്ക്, അതായത് ഭഗവാനിലേക്ക് മാത്രം. അവിടെ വേറെ അന്യ അഭിലാഷിത ശൂന്യം, അതായത് ജ്ഞാന കർമാദി അനാവൃതം. കർമ്മകാണ്ഡമാവട്ടെ ജ്ഞാനകാണ്ഡമാവട്ടെ അതൊന്നുമില്ല. അനന്യഭക്തി. അതേപോലെ തന്നെ സവൈ പുംസ പരോധർമ്മ യഥോ ഭക്തി രഥോക്ഷജെ അഹൈതുകി അപ്രതിഹത. അഹൈതുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അഹൈതുകമായിട്ടുള്ള സ്നേഹം. അപ്രതിഹത പറഞ്ഞാൽ വേറെ തടസ്സമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഒരു
ഓരോ ദിശയിലേക്ക്. അതിൽ വേറെ ഒന്നും തന്നെ മിക്സ് ചെയ്യാതെ. അതാണ് അനന്യഭക്തി. അപ്പൊ അനന്യഭക്തിയിലൂടെയാണ് കൃഷ്ണനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഇത് പറയുന്നത് ആരാണ്? കൃഷ്ണൻ നേരിട്ട് പറയുന്നു. കൃഷ്ണൻ നേരിട്ട് പറയാണ്, അനന്യഭക്തി അല്ലാതെ. അപ്പൊ അനന്യഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്യതയ്ക്ക് പല ലെവലുകളുണ്ട്. ഉദാഹരണത്തിന് വിഷ്ണു നാരായണ ഉപാസകരാണെങ്കിൽ അവര് ചതുർഭുജമൂർത്തിയെ ആയിരിക്കും അവര് ധ്യാനിക്കുന്നതും അവര് ആരാധിക്കുന്നതും. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ ആക്ച്വലി ആ രൂപമാണ് കാണിച്ചു കൊടുക്കുന്നതും. അവസാനം അവര് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുമ്പോൾ വൈകുണ്ഠ ലോകങ്ങളിലേക്കാണ് പോകുന്നത്. കാര്യം അവരുടെ ഇഷ്ടദേവൻ നാരായണനായിരിക്കാം, അല്ലെങ്കിൽ മഹാവിഷ്ണു ആയിരിക്കാം. അപ്പോൾ അവർക്ക് അനന്യഭക്തി വിഷ്ണുവിനോടാണെങ്കിൽ, നാരായണ രൂപത്തോടാണെങ്കിൽ അവർ പോകുന്നത് അങ്ങോട്ടാണ്. എന്നാൽ ശ്യാമസുന്ദര രൂപത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. കൃഷ്ണനാണ് ഗോലോക വൃന്ദാവനത്തിലെ കൃഷ്ണനാണ് നമ്മുടെ ആരാധ്യ ദേവൻ എന്നുണ്ടെങ്കിൽ, അനന്യമായിട്ടുള്ള ഒരു ഭക്തിയോടുകൂടി അദ്ദേഹത്തെ ആരാധിക്കുകയാണെങ്കിൽ നമ്മൾ പോകാൻ പോകുന്നത് വൈകുണ്ഠത്തിലേക്കല്ല, ഗോലോക വൃന്ദാവനത്തിലേക്കാണ്. അത് അനന്യത അതിലുമുണ്ട്. അതാണ് പറയുന്നത്. അല്ലാതെ എന്നാലും നമുക്കറിയാം എല്ലാം വിഷ്ണു തത്വങ്ങളാണ്, എല്ലാം ഭഗവാന്റെ വിസ്തരണങ്ങളൊക്കെയാണ്, ബാക്കിയുള്ള വിഷ്ണു മൂർത്തികളെല്ലാം തന്നെ, സംശയമൊന്നുമില്ല. എന്നാലും അവിടെയും ഒരു അനന്യത ഉണ്ട്. കേട്ടിട്ടുണ്ടാവും ബൃഹത് ഭാഗവതാമൃതത്തിൽ ഗോപകുമാരന്റെ കഥ ഒരിക്കൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള കഥ ശീല സനാതൻ ഗോസ്വാമിയോട് വിവരിക്കുന്നു. ആ ഭക്തൻ ആദ്യം വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കും. വൈകുണ്ഠത്തിൽ പോയിട്ടും അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അദ്ദേഹം പറയുന്നു, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് പോകുന്നത് ഗോലോക വൃന്ദാവനത്തിലേക്ക്, കൃഷ്ണന്റെ അടുത്തേക്ക് പോകുന്നു. കൃഷ്ണന്റെ കൂടെ സഖ്യരസത്തിൽ അദ്ദേഹം പിന്നീട് അവിടെ എത്തുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഒരു അനന്യത ഉണ്ടാവും. അതാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹം. ഒരുപക്ഷെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഭക്തരുണ്ടാവും, വിഷ്ണു ഭക്തരുണ്ടാവും. ഇതൊക്കെ ശരിയായിട്ടുള്ളതാണ്, നല്ല കാര്യമാണ്. അപ്പൊ നമുക്ക് എന്തിനോടാണോ നമുക്ക് ഇൻക്ലിനേഷൻ ഉള്ളത് അതാണ് നമ്മൾ എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ഒരാൾക്ക് നമ്മളെ നിർബന്ധിച്ച് മാറ്റുവാൻ സാധിക്കില്ല, അതിന്റെ ആവശ്യവുമില്ല. പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ശില റൂപ ഗോസ്വാമിയുടെയും സനാതൻ ഗോസ്വാമിയുടെയും സഹോദരൻ, അതായത് ജീവഗോസ്വാമിയുടെ അച്ഛൻ, അദ്ദേഹം ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഭക്തനായിരുന്നു. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനന്യഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ഒരു കാരണവശാലും കൃഷ്ണനെ ആരാധിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം കണ്ണടച്ചാലും തുറന്നാലും എപ്പോഴും അദ്ദേഹം ശ്രീരാമചന്ദ്ര ഭഗവാനെയാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അനന്യതയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശില റൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും പറഞ്ഞു അദ്ദേഹത്തോട്, കൃഷ്ണനെ ആരാധിച്ചോടെ, നമ്മളെല്ലാവരും ഒരേ കുടുംബത്തിലെ ആളുകളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചു 1-2 ആഴ്ച. അതിനുശേഷം അദ്ദേഹത്തിന് സാധിക്കാതെ അദ്ദേഹം ഒന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് സാധിക്കുന്നില്ല എന്റെ ശ്രീരാമചന്ദ്ര ഭഗവാനെ, എന്റെ ആ രൂപത്തെ മാറ്റി, ഭഗവാൻ ശ്രീരാമന്റെ രൂപം മാറ്റി വേറെ ഒരു രൂപത്തെ എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനേ എനിക്ക് സാധിക്കുന്നില്ല എന്ന്. അതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹനുമാനോട് പറയാണ്, ഇനി ശ്രീരാമചന്ദ്രനല്ല, ഇനി നിങ്ങള് കൃഷ്ണനെ ആരാധിച്ചോളൂ, വൃന്ദാവനത്തിലെ കൃഷ്ണൻ. വളരെ സന്തോഷത്തോടു കൂടി കൈകൂപ്പിക്കൊണ്ട് ശ്രീ ഹനുമാൻ പറയും, പറഞ്ഞതിന് ഒരുപാട് സന്തോഷം, പക്ഷേ എന്നെ കൊണ്ട് സാധിക്കില്ല, എന്റെ ഭഗവാൻ ശ്രീരാമനാണ്, എന്റെ ആരാധ്യ പുരുഷൻ ശ്രീരാമനാണ് എന്നുള്ളത്. ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ മുരാരി ഗുപ്ത, അതായത് ഹനുമാന്റെ അവതാരം ചൈതന്യ ലീലയിൽ മുരാരി ഗുപ്തയാണ്. അദ്ദേഹത്തോട് ചൈതന്യ മഹാപ്രഭു നേരിട്ട് പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ശ്രീവാസാങ്കണിൽ കീർത്തനം ചൊല്ലുന്നു, എല്ലാവരും കൃഷ്ണനെ ആരാധിക്കുന്നു, അങ്ങ് മാത്രം രാമഭക്തനാണ്, അങ്ങേക്കും കൃഷ്ണഭക്തിയിലേക്ക് വന്നൂടെ? മുരാരി ഗുപ്തയും ശ്രമിച്ചു, നേരത്തെ രൂപ സനാതൻ ഗോസ്വാമിയുടെ സഹോദരൻ ശ്രമിച്ചതുപോലെ. അദ്ദേഹത്തിനും സാധിക്കാതെയായി. അദ്ദേഹവും മഹാപ്രഭുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നെ കൊണ്ട് സാധിക്കില്ല ശ്രീരാമനെ എന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ. മഹാപ്രഭുവിന് ഒരുപാട് സന്തോഷമായിട്ട് പറഞ്ഞു, നിന്റെ ഈ അനന്യഭക്തിയിൽ ഞാൻ ഒരുപാട് സംതൃപ്തനാണ് എന്ന് പറഞ്ഞ് മഹാപ്രഭു ശ്രീരാമന്റെ രൂപം കാണിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ്
മുരാരിഗുപ്തയെ നോക്കുമ്പോൾ അപ്പോൾ ശ്രീരാമന്റെ രൂപം കണ്ടപ്പോൾ മുരാരിഗുപ്തയ്ക്ക് ഒരുപാട് സന്തോഷമായി. അവിടെ തന്നെ ആ നിമിഷത്തിൽ അദ്ദേഹം അവിടെ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ഇങ്ങനെ അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദത്തിൽ നിൽക്കുവാണ്. ആ സമയത്ത് മുരാരിഗുപ്തയൊന്ന് നോക്കിയപ്പോൾ ദാ കിടക്കുന്നു വാല്. മുരാരിഗുപ്തയ്ക്ക് ഒരു വാല്. അപ്പോൾ വാല് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി. മഹാപ്രഭു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല, നിന്റെ ഈ അനന്യഭക്തി വേറെ ഒന്നും കൊണ്ടല്ല, കാര്യം നീ ഹനുമാനാണ്, ഇവിടെ ഈ ലീലയിൽ എന്റെ കൂടെ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടി നീ വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അനന്യത. അപ്പോൾ മഹാപ്രഭുവും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അനന്യഭക്തി എന്താണോ, നമുക്ക് അനന്യത ആരോടാണോ, ഏത് ഇഷ്ടദേവനോടാണോ ഉള്ളത്, അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അതാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ചൈതന്യ മഹാപ്രഭു ആണെങ്കിലും രൂപഗോസ്വാമി ആണെങ്കിലും ഇവരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു ഇതെല്ലാം. ശ്രീല പ്രഭുപാജിയുടെ വിവർത്തനത്തിൽ അദ്ദേഹം പറയുന്നു, അർജുനനോട് കൃഷ്ണൻ പറയുന്നതായിട്ട്, അതായത് അനന്യഭക്തിയിലൂടെ മാത്രമേ എന്നെ മനസ്സിലാക്കുവാനോ കാണുവാനോ സാധിക്കുകയുള്ളൂ. ഭക്തി, അനന്യഭക്തി. 7-9 ഭാഗവതത്തിലും പറയുന്നു, മന്യേ ധന അഭിജന രൂപ തപ ശ്രുതൗജസ് തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസു ഭക്ത്യ തുടോഷു ഭഗവാൻ ഗജയൂതപായ. ധനം കൊണ്ടോ അഭിജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുടുംബത്തിൽ ജനിക്കുന്നു. രൂപ, കാണാൻ ഒരുപാട് ഭംഗി. തപസ്യ, ശ്രുത, ഒരുപാട് വേദങ്ങളിൽ ജ്ഞാനം. ഓജസ്, തേജസ്, ഓജസ്. പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി. ബല, പൗരുഷം, ബുദ്ധി. അതോ ഇനി യോഗ, അതായത് അഷ്ടാംഗ യോഗ. ഇതിലൂടെയൊക്കെ ഭഗവാനെ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നല്ല. നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസ. ഇതിലൂടെ ഒന്നും തന്നെ ഇതിൽ വെച്ച് ഇപ്പൊ ഈ പറഞ്ഞ ധനത്തിലാണെങ്കിലും അഭിജനത്തിലാണെങ്കിലും രൂപത്തിലാണെങ്കിലും വേണമെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിരിക്കും ആ വ്യക്തി. പക്ഷെ അതൊന്നുമല്ല ഭഗവാനെ ആകർഷിപ്പിക്കുന്നത്. ഭക്തിയ തുട്ടോഷ ഭഗവാൻ ഗജയൂതപായ. ഭക്തിയുത സേവനങ്ങളിലൂടെയാണ് ഗജേന്ദ്രൻ ആനയായിട്ടും, ആനയുടെ രൂപം ഒരു മൃഗരൂപത്തിലായിരുന്ന ഗജേന്ദ്രനും ഭഗവാനെ ലഭിക്കുന്നു. കാരണം ഭക്തി തുട്ടോഷ ഭഗവാൻ ഗജയൂതപായ. അപ്പോൾ ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇത് തന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, അങ്ങനെ വേദങ്ങൾ പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഭഗവാൻ തന്നെ ഇത് വെളിപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ സ്കോളർഷിപ്പ് അല്ല വേണ്ടത്, ഉള്ളിൽ ഭക്തിയാണ് വേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വേദങ്ങളിൽ ഒരുപാട് അനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു, ഒരുപാട് നിയമങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ നിയമങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പറയുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ഭഗവാന്റെ സംതൃപ്തിക്കായിട്ട് ആണ് അത് ചെയ്യേണ്ടത്. അല്ലാതെ വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ജന്മാഷ്ടമി ദിവസത്തിൽ അല്ലെങ്കിൽ ഏകാദശി ദിവസത്തിൽ ഉപവാസം എടുക്കുന്ന കാര്യവും അതേപോലെ തന്നെ ചാരിറ്റി കൊടുക്കുന്ന കാര്യം, ദാനം കൊടുക്കുന്ന കാര്യം പറയുന്നു. എന്നാൽ ഇതെല്ലാം ഭഗവത് ഭാവത്തിൽ ചെയ്യണം, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഭക്തിയുത സേവനമായി മാറുന്നു. അതേപോലെ തന്നെ ദാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ശ്രീല പ്രഭുപാദി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഏറ്റവും വലിയ ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണാവബോധം മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ചെയ്തിരുന്നതും അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്നതും കാണിച്ചു തന്നതും അത് തന്നെയാണ്. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാംനെ ഗൗര ത്വിഷേ നമഃ. ശ്രീല രൂപ ഗോസ്വാമി മഹാപ്രഭുവിന്റെ പ്രണാമന്ത്രം എഴുതിക്കുവാണ്. മഹാവദന്യായ, മഹാപ്രഭുവിനെ പോലെ കാരുണ്യം, കൃപ ചൊരിയുന്ന ഒരു അവതാരം വേറെയില്ല. അദ്ദേഹം എല്ലാവർക്കും കൃഷ്ണപ്രേമം വെറുതെ പാത്ര അപാത്ര ന ധേക്കെ, സ്ഥാനവും പാത്രതയൊന്നും നോക്കാതെ തന്നെ എല്ലാവർക്കും അദ്ദേഹം കൊടുക്കുന്നു ആ മഹാസൗഭാഗ്യം. അപ്പൊ ഇതാണ് ശ്രീല പ്രഭുപാദി പറയുന്നത്. അതുകൊണ്ട് വേറൊരു കാര്യം കൂടെ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. അതുകൊണ്ട് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കും
അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടിയും അമ്പലങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൃഷ്ണാവബോധത്തെ വളർത്താനും മറ്റുള്ളവരിൽ അത് കൊടുക്കുവാനും സഹായിക്കുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും അമ്പലങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടും പൈസ കൊണ്ടും എല്ലാം നമ്മൾ ദാനം അല്ലെങ്കിൽ സേവനങ്ങൾ ചെയ്യണം എന്നുള്ളത് അദ്ദേഹം പറയുന്നു. സേവനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആർക്കാണ് അതിനുള്ള ഗുണം ഉണ്ടാവുന്നത്? നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് തന്നെയാണ് അത് സഹായിക്കുന്നത്. യസ്യ ദേവേ പരാ ഭക്തിർ യഥാ ദേവേ തഥാ ഗുരോ തസ്യേത കഥിതാ ഹി അർത്ഥ പ്രകാശന്തേ മഹാത്മനഃ. ശ്വേതാശ്വതര ഉപനിഷത്തിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. അവിടെ പറയുന്നു, ആർക്കാണോ അനന്യമായിട്ടുള്ള ഭക്തി ഭഗവാനോടുള്ളത്, അതായത് ഭഗവാനോടുള്ള ഭക്തിയും അതേപോലെ തന്നെ അവരുടെ ആധ്യാത്മിക ഗുരുവിനോടും ഒരേപോലെ വിശ്വാസവും ഒരേപോലെ ഭക്തിയും ഉണ്ടെങ്കിൽ, ഗുരുഭക്തിയും ഭഗവത് ഭക്തിയും ഒരേപോലെ ഒരേ ലെവലിൽ ആർക്കാണ് ഉള്ളത്, അങ്ങനെയുള്ളവർക്ക് പ്രകാശന്തേ മഹാത്മന, അങ്ങനെയുള്ളവർക്ക് എല്ലാം ഭഗവാൻ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. എല്ലാ സീക്രട്സും എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാനെ കുറിച്ചുള്ള സീക്രട്സ്, ഭക്തിയിലുള്ള ഗുഹ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഭഗവാൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഗുരുവിലും അതാണ് പറയുന്നത്, ഭഗവാനിൽ പൂർണ്ണ വിശ്വാസവും ആരാധനയും പോരാ, കൂട്ടത്തിൽ ആധ്യാത്മിക ഗുരുവിലും അതേപോലെ തന്നെ വേണം. ഇത് രണ്ടും ഒരേപോലെ ഉള്ളവർക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആധ്യാത്മിക ഗുരുവിന്റെ ഒരു റോള് വളരെയധികം ഉണ്ട്, അതിന് ഒരു സംശയവുമില്ല. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ആധ്യാത്മിക ഗുരുവിനെ ജീവിതത്തിൽ തരുന്നു. ആ ആധ്യാത്മിക ഗുരുവാണ് പിന്നീട് നമുക്ക് കൃഷ്ണനെ തരുന്നത്. കൃഷ്ണനിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ഗുരുവാണ്. അതിന് ഒരു സംശയവുമില്ല. അപ്പോൾ ഗുരുവും കൃഷ്ണനും പ്രധാനപ്പെട്ടതാണ്. രണ്ടുപേരെയും ആരാധിക്കുക ഒരേപോലെ. അതാണ് അങ്ങനെയാണെങ്കിൽ പ്രകാശന്തേ മഹാത്മന എല്ലാം വെളിപ്പെടുന്നു. കാര്യം ഇവിടെ ശ്ലോകത്തിൽ ഭക്തിയെക്കുറിച്ച്, ഭഗവാൻ ഭക്തിയെക്കുറിച്ച്, അതായത് അനന്യഭക്തി വേണം എന്നോട് ഭക്തി, അല്ലെങ്കിൽ ഭഗവാനെ പരമദിവ്യം പുരുഷനെ ആരാധിക്കണം അനന്യഭക്തിയിലൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ അടുത്തൊരു ഭാഗം കൂടെ ശീലപ്രഭാജി പറയാണ്, ശരിയാണ്, ഭഗവാനെ ആരാധിക്കണം, കൂട്ടത്തിൽ ശ്രീ ഗുരുവിനെ മറക്കരുത്. അപ്പൊ രണ്ടും, ഗുരു ആരാധനയും ഭഗവത് ആരാധനയും കൂടുമ്പോഴാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. പിന്നീട് ശീലപ്രഭാജി പറയുന്നു ഭഗവാന്റെ പല രൂപങ്ങളെ കുറിച്ച്. ഇപ്പൊ നമ്മൾ മുന്നുള്ള ശ്ലോകങ്ങൾ കണ്ടു, സുദുർദർശം എന്ന്, അതായത് ഭഗവാന്റെ രൂപത്തെ ചതുർഭുജമൂർത്തിയാവട്ടെ, രണ്ട് കൈകളുള്ള ശ്യാമസുന്ദര മൂർത്തിയാവട്ടെ, ഇത് സുദുദർശമാണ്, അല്ലെങ്കിൽ വളരെ വളരെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ രൂപം കാണുക എന്ന് പറയുന്നത്. എന്തിനു പറയണം? വിശ്വരൂപം കാണുന്നതേ ബുദ്ധിമുട്ടാണ്, അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്, അതിനേക്കാൾ വളരെ ചാൻസ് കുറവാണ് ചതുർഭുജമൂർത്തിയും അതേപോലെ ഭഗവാന്റെ രണ്ട് കൈകളുള്ള വൃന്ദാവനത്തിലെ ശ്യാമസുന്ദര രൂപവും. അത് ഭക്തിയിലൂടെ മാത്രം, ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമേ ഇതെല്ലാം നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ശിലപ്രഭാജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പറയുന്നു. അതായത് കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ളതും അദ്ദേഹത്തിൽ നിന്നാണ് മറ്റുള്ള അവതാരങ്ങൾ എല്ലാവരും തന്നെ വരുന്നത് എന്നുള്ളതും, ഇവിടെ ചതുർഭുജമൂർത്തിയായിട്ടുള്ള നാരായണൻ അല്ലെങ്കിൽ ആദ്യം കൃഷ്ണൻ ദേവകിക്കും വസുദേവർക്കും 4 കൈകളുള്ള നാരായണ രൂപം അല്ലെങ്കിൽ ചതുർഭുജ രൂപമാണ് കാണിക്കുന്നത് അല്ലെ. അപ്പോൾ ആ ചതുർഭുജ രൂപം ആക്ച്വലി നാരായണ രൂപം, ഭഗവാൻ നാരായണൻ കൃഷ്ണന്റെ വിസ്തരണമാണ് അല്ലെ. കൃഷ്ണന്റെ വിസ്തരണമാണ് ശ്രീമൻ നാരായണൻ. പിന്നെ അതേപോലെ തന്നെ വിഷ്ണു ആണെങ്കിലും. അപ്പോൾ ഭഗവാൻ കൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും ഉദ്ഭവം അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത്. എല്ലാം അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഈ ഒരു ശ്ലോകം ബ്രഹ്മസമിതിയിൽ നിന്ന് അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട്. യസ്യേക നിശ്വസിത കാലം അതാവലംഭ്യ ജീവന്തി ലോമ വിലജ ജഗദണ്ഡനാഥഃ വിഷ്ണുർ മഹാൻസ ഇഹ യസ്യ കലാവിശേഷോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഇവിടെ മഹാവിഷ്ണുവിനെ കുറിച്ച്, മഹാവിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്ന് ഒരുപാട്
ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. ആ മഹാവിഷ്ണു എന്ന് പറയുന്നത് കൃഷ്ണന്റെ അംശമാണ്. വിഷ്ണുർ മഹാൻ സ ഇഹ യസ്യ കലാവിശേഷം. ഒരു കലാ അവതാരമാണ് വിഷ്ണു എന്ന് പറയുന്നത്. അതാണ് പറയുന്നത്. അപ്പോൾ ആ ഗോവിന്ദനെ, എല്ലാത്തിന്റെയും സോഴ്സ് ആയിട്ടുള്ള കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭഗവാൻ കൃഷ്ണനെ അവതാരി രൂപമായിട്ടുള്ള കൃഷ്ണൻ, ആ കൃഷ്ണനെ ഞാൻ ആരാധിക്കുന്നു. അപ്പൊ അദ്ദേഹം ശീലപ്രഭുജി ഇവിടെ കോട്ട് ചെയ്യുന്നു. അതേപോലെ ഗോപാല താപനി ഉപനിഷത്തിൽ നിന്ന് മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട്. സച്ചിദാനന്ദ രൂപായ കൃഷ്ണയാക്ലിഷ്ടകാരിനെ നമോ വേദാന്ത വേദ്യായ ഗുരവേ ബുദ്ധി സാക്ഷിണെ. അവിടെയും ഭഗവാൻ കൃഷ്ണന്റെ ആ ഒരു സുപ്രീമസിനെ കുറിച്ച് പറയുന്നു ഗോപാല താപാനി ഉപനിഷത്ത്. പിന്നീട് ബ്രഹ്മസംഹിതയിലെ ഈശ്വര പരമകൃഷ്ണ പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ, എല്ലാത്തിന്റെയും തുടക്കവും അവസാനവും അദ്ദേഹമാണ്. സർവകാരണം, എല്ലാ കാരണങ്ങളുടെയും കാരണം അദ്ദേഹമാണ് ഭഗവാൻ കൃഷ്ണൻ. അങ്ങനെ ഒരുപാട് റെഫറൻസ്. ഇതേജാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, അതും ആ ശ്ലോകം ശീലപ്രഭുജിയുടെ കോട്ട് ചെയ്യുന്നു. മതഃ പരതരം ജ്ഞാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോതം സൂത്രമണിഗണൈവ. ഭഗവത്ഗീതയിലെ 7:7 ശീലപ്രഭുജി കോട്ട് ചെയ്യുന്നു. അല്ലെ, ഒരുപാട് ശ്ലോകങ്ങൾ ഇത് പ്രൂവ് ചെയ്യുന്നു ഭഗവാന്റെ ആ ഒരു സുപ്രീമസിയെ. നമേ വിദു സുരാഗണ പ്രഭാവം നാമഹർഷയ അഹം ആദിർഹി ദേവാനാം മഹർഷിനാം സർവശ. 10ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം 10:2 അവിടെ പറയുന്നു അഹം ആദിർഹി ദേവാനാം. ഭഗവാൻ കൃഷ്ണനാണ്, കൃഷ്ണൻ തന്നെ പറയണം അഹം ആദിർഹി എല്ലാ ദേവന്മാരുടെയും ഉദ്ഭവം, ഞാനാണ് ആദിദേവം, അദ്ദേഹം പറയുന്നു. പിന്നെ അർജുനൻ പറഞ്ഞിട്ടുണ്ട് പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. അവിടെ അർജുനൻ പറയുന്നു ആദിദേവമാണ് അങ്ങ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇത് എന്റെ അഭിപ്രായം മാത്രമല്ല, ഇത് എല്ലാവരുടെയും. അസിതോ ദേവലോ വ്യാസോ സ്വയം ചൈവ പ്രവിശ്യമേ. അസിത മുനിയും അസിത ഋഷിയും ദേവല ഋഷിയും നാരദമുനിയും എല്ലാവരും തന്നെ പറയുന്നു അങ്ങാണ് പരമദിവ്യത്വ പുരുഷൻ എന്ന്. ഇപ്പോൾ എനിക്കും ബോധ്യമായി, ഞാനും കാണുന്നു, അങ്ങ് പറയുകയും ചെയ്യുന്നു, അങ്ങയുടെ തിരുമുഖത്തിൽ നിന്നും അത് തന്നെ വരുന്നു, അപ്പോൾ എനിക്ക് ഉറപ്പായി എന്ന്. അങ്ങനെ ഒരുപാട് റെഫറൻസ്. അപ്പൊ ഈ ശ്ലോകങ്ങളെല്ലാം ശീലപ്രഭുജിയുടെ കോട്ട് ചെയ്തിട്ടുള്ള ശ്ലോകങ്ങളെല്ലാം ആക്ച്വലി ഭഗവാന്റെ ആ ഒരു സൂപ്രീമസി തെളിയിക്കുന്ന ശ്ലോകങ്ങളാണ്. ഇതല്ലാതെ ഒരുപാട് റെഫറൻസ് ഉണ്ട് വേറെ. അപ്പോൾ ഇതെല്ലാം കുറച്ചൊക്കെ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നെങ്കിൽ നല്ലതാണ്. അവസാനത്തെ പാരഗ്രാഫിൽ ശീലപ്രഭുജി പറയുന്നു ഈ വിശ്വരൂപം എന്ന് പറയുന്നത് ശുദ്ധഭക്തരെ സംബന്ധിച്ച് അത് അത്രയും വലിയ ആകർഷിപ്പിക്കുന്ന കാര്യമല്ല. ശുദ്ധ ഭക്തർ ഭഗവാന്റെ ഒറിജിനൽ രൂപത്തെയാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത്. കാര്യം വിശ്വരൂപം താൽക്കാലികമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവിടെ ഭൗതിക ലോകത്തിലെ ആ ഒരു പ്രപഞ്ചത്തെ ആവിഷ്കരിക്കുന്ന ഒരു രൂപമാണ് വിശ്വരൂപം എന്ന് പറയുന്നത്. എന്നാൽ ആധ്യാത്മിക ലോകത്തിൽ അങ്ങനെ ഒരു രൂപം ഭഗവാൻ ഇല്ല. അപ്പോൾ ഭക്തർ ആഗ്രഹിക്കുന്നത്, ശുദ്ധഭക്തർ ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ ഒറിജിനൽ രൂപത്തെയാണ്. അങ്ങനെ രൂപം മാത്രമല്ല ഭക്തർ ആഗ്രഹിക്കുന്നത്, അർജുനൻ ആഗ്രഹിക്കുന്ന പോലെ അർജുനനും കൃഷ്ണനും തമ്മിൽ സഖ്യഭാവമാണ്, ഫ്രണ്ട്ഷിപ്പാണ് ഉള്ളത്. അതേപോലെ കൃഷ്ണനോടുള്ള ആ ഒരു റിലേഷൻഷിപ്പും ഭക്തർ ആഗ്രഹിക്കുന്നു. വാത്സല്യമാവാം, വാത്സല്യഭാവമായിരിക്കാം, സഖ്യഭാവമായിരിക്കാം, അല്ലെങ്കിൽ മാധുര്യഭാവമായിരിക്കാം, അല്ലെങ്കിൽ ദാസ്യഭാവമായിരിക്കാം. ഇതെല്ലാം തന്നെ റിലേഷൻഷിപ്പ്, ഭഗവാനുമായിട്ടുള്ള റിലേഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നത്. കാര്യം അവിടെയാണ് സർവീസ് ഉള്ളത്, അവിടെ ഭഗവാനെ സേവനം ചെയ്യുവാൻ സാധിക്കുന്നു. ഇതാണ് ശീലപ്രഭുജി പറയുന്നത്. ബാക്കി അടുത്ത ശ്ലോകത്തിലെ ഭാവാർത്ഥവും വലുതാണ്, നമുക്കത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല, സമയപരിധി ഉള്ളത് കൊണ്ട്. സോ ഭഗവാന്റെ മഹാകാരുണ്യത്താൽ നമ്മൾ അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അടുത്ത ശ്ലോകം വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. മത് കർമ്മ കൃത് മത് പരമോ മത് ഭക്ത സംഗവർജിത നിർവൈര്യ സർവഭൂതേഷു യാസ മാം ഏതി പാണ്ഡവ. ആക്ച്വലി ഒരു ക്ലാസ് മുഴുവൻ എടുക്കാനുള്ള കണ്ടന്റ്സ് ഉണ്ട് ഈ ഒരു ശ്ലോകത്തിന്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. ശ്രീ ഭഗവത്ഗീത കി ജയ്.
जगत गुरु शीला प्रभुपाद की जय। समवेद गौर भक्त वृंद की जय। निताय गौर प्रेमानंदे। हरि हरि बोल। हरे कृष्ण।